ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലാണ്. നല്ല അടിപൊളി ഗോൾഡൻ ഡ്രൈവർ പപ്പീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് തുഷാര ചേച്ചി പറയും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് തുഷാര. ഞാൻ പേയാട് ഭജനമഠം റോഡിലാണ് താമസിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ IT ഫീൽഡിലാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ തുഷാര ചേച്ചിയുടെ പെറ്റ് ഡോഗായ ഗോൾഡൻ റിട്രൈവറിനെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെയാണ്. അപ്പം തുഷാര ചേച്ചി ഗോൾഡൻ റിട്രൈവർ എന്നുള്ളൊരു ബ്രീഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് ആക്ച്വലി ഞാൻ പണ്ട് തൊട്ടേ പപ്പിയായിട്ട് വളർത്താറില്ലായിരുന്നു. പെട്ടെന്ന് എനിക്ക് കൊറോണ സമയത്ത് ഒരു ആഗ്രഹം വന്നതാണ്. ആദ്യമായിട്ട് വളർത്തുന്നതാണ്. അപ്പോൾ ആദ്യം ഷീറ്റ്സ് മേടിക്കാമെന്ന് ഒരു പ്ലാനിങ് ആയിരുന്നു. അപ്പം എനിക്ക് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലാർജ് ബ്രീഡ് വേണം എന്നൊരു മോഹം വന്നു. അതാണ് പിന്നെ ഗോൾഡൻ റിട്രീവർ തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം കുറച്ചുകൂടെ ലോയലാണ്, കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ലി ഡോഗാണ്. അപ്പോൾ എനിക്ക് ആവശ്യം ഒരു ഫ്രണ്ട്ലി ഡോഗും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ടീമായിട്ടുള്ളൊരു ഡോഗാണ് എനിക്ക് ആവശ്യമുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ അടുത്ത് തന്നെ വേട്ടമുക്കിൽ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കെനൽ ബിസിനസ് ഉണ്ട്. അപ്പോൾ അവർ ഗോൾഡൻ റിട്രീവറിനെ മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ ചെന്നായിരുന്നു ഞാൻ. അവിടെ ചെന്നപ്പോൾ ഒരു മെയിൽ ഡോഗും ഒരു ഫീമെയിൽ ഡോഗും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എൻ്റെ മോനൊക്കെ പറഞ്ഞു തന്ന മെയിൽ ഡോഗ് നോക്കാം. പക്ഷെ എന്തോ എനിക്ക് ആ ഫീമെയിൽ ഡോഗിനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ക്യൂട്ട്നെസ്സും ഭയങ്കര ഒരു അട്രാക്ഷനും തോന്നി. അപ്പം ഞാൻ പിന്നെ മോനെ കൺവിൻസ് ചെയ്ത് എന്നാൽ ശരി, എന്നാൽ ഫീമെയിൽ ഡോഗ് തന്നെ മതി പറഞ്ഞിട്ട് എടുത്താണ്. കാരണം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഫീമെയിൽ ഡോഗിനെ. അപ്പം ഞാൻ അപ്പം തന്നെ മേടിക്കാന്ന്, കാരണം രണ്ടാമതൊന്നും ആലോചിച്ചില്ല. പിന്നെ വരാമെന്നോ ഒന്നും ഞാൻ ആലോചിച്ചില്ല. അപ്പം തന്നെ നടത്തി സെറ്റിൽ ചെയ്ത് ഞാൻ അപ്പം തന്നെ മേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത പപ്പി സർട്ടിഫൈഡ് ആയിരുന്നോ നോൺ സർട്ടിഫൈഡ് ആയിരുന്നോ? സർട്ടിഫൈഡ് ആയിരുന്നു. പ്രൈസ് ഒക്കെ എന്തോ വന്നു? ആ പ്രൈസ് ഞാൻ ആ കൊറോണ ടൈമിലാണ് മേടിച്ചത്, ഒരു 4 to 5 years മുമ്പ്. അപ്പോൾ അവിടെ അപ്പം ആ ടൈമിൽ ഞാൻ 27,000 rupees കൊടുത്താണ് അവളെ മേടിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഗോൾഡൻ റിട്രീവർ ഡോഗിന്റെ പേരെന്താണ് ചേച്ചിയുടെ? ഞാൻ പേരിട്ടേക്കുന്നത് ബേബോ എന്നാണ്. എന്താണ് ബേബോ? ബേബോ 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 BEBO. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബേബോനെ പരിചയപ്പെടാം. ഇതാണ് എൻ്റെ ബേബോ. ഇപ്പം അവള് ഡെലിവറി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടൊരു 40 days ആയി. അപ്പം പാലൊക്കെ കൊടുത്ത് ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പം ആൾക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പോൾ അവൾക്ക് 4 years ആയി. 4 years ആയി. ഫസ്റ്റ് ഡെലിവറിയാണ്. അപ്പം ഞാൻ ആദ്യം ഡെലിവറി ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ ഇവളുടെ ഹെൽത്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് ചെയ്ത ഒരു ഡെലിവറി നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡെലിവറി ചെയ്തതാണ്. അല്ലാതെ ഇതൊന്നുമില്ല. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡെലിവറി. അപ്പോൾ വേറെ ഇനിയില്ല. അപ്പോൾ ഇവളുടെ കയ്യിൽ 6 പപ്പീസ് ഉണ്ട്. 3 ആണുങ്ങളും 3 പെണ്ണുങ്ങളും. ഒന്നും കൊടുത്തില്ലല്ലോ, എല്ലാം ഇവിടെ. കാരണം ഇവർക്ക് കൊടുക്കാറായിട്ടില്ല. ഒരു 35 days കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ അമ്മയുടെ പാല് കുടിച്ചിട്ട് വളരണമല്ലോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യിച്ചു. 6 പപ്പീസിനെ രജിസ്റ്റർ ചെയ്യിച്ചു. അപ്പം ഇനി ഒരു മാസം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഇവളുടെ മേറ്റ് ചെയ്ത ഇതും നല്ല ചാമ്പ്യൻ ലൈനുള്ള കർണൻ്റെ അവിടെ തന്നെ, അവിടെ മേടിച്ചെടുത്ത് തന്നെ. അവർ ഇതിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ചെയ്യിച്ചത്. അവിടെ നിന്ന് തന്നെയാണ് ഇവളെ മേടിച്ചതും, അവിടെ നിന്ന് തന്നെയാണ് ഞാൻ മേറ്റ് ചെയ്യിച്ചതും. ഇവളെ മേടിച്ചിട്ട് ഇപ്പോൾ 4 to 4 years ആയി. അപ്പം മേടിച്ചപ്പം ആദ്യം എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരു ആപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും. കാരണം ആദ്യത്തെ പെറ്റല്ലേ. പിന്നെ അത് വീട്ടിലെ എല്ലാവരുമായിട്ട് ഭയങ്കര ജെല്ലായി, ഭയങ്കര അഡോറബിൾ ആയിരുന്നു. ഭയങ്കര ക്വയറ്റാണ്, ഒരു കാം ആൻഡ് ക്വയറ്റാണ്, അഗ്രസീവ്നെസ് ഒന്നുമില്ല. ഇപ്പോൾ പിന്നെ ഞങ്ങൾ 2ാം മാസത്തിലാണ് ഞാൻ മേടിച്ചത്. ഒരു 45 days ഒക്കെ ആയപ്പോഴാണ് ഞാൻ മേടിച്ചത്. എന്നിട്ട് ആദ്യത്തെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടാണ് മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഫീമെയിൽ ഡോഗ്സിന് മെയിൽ ഡോഗ്സിനെക്കാട്ടിയും കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് കൂടുതലല്ലേ? ഫീമെയിൽ ഡോഗ്സിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ ഇപ്പോൾ മെയിൽ ഡോഗ്സ് കുറച്ചുകൂടെ ചാട്ടവും ബഹളം ആണെങ്കിൽ ഫീമെയിൽ ഡോഗ്സ് അങ്ങനെയല്ല, കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റ് ആണ്. കുറച്ചുകൂടെ ഭയങ്കര സ്നേഹമാണ്. ഇപ്പം ഞാൻ എവിടെ പോകണമെങ്കിലും എൻ്റെ പുറകേ വരും. ഒക്കെ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ വേണം. അപ്പം ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പോകുമ്പോൾ അച്ഛൻ്റെ പുറകെ നടക്കും. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇവിടെ കൂട്ടിയിടുന്ന സിസ്റ്റം ഒന്നുമില്ല. ഇവർക്ക് ഇവിടെ കെട്ടി ലീഷും ഒന്നുമില്ല. ഇപ്പം തന്നെ ലീഷ് ഇട്ടേക്കുന്ന കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് അതിലോട്ട് ചാടി വീഴേണ്ട വെച്ചിട്ടാണ് ഞാനിപ്പോൾ ലീഷ് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ കൂടോ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഈ ഗോൾഡൻ റിട്രീവറിനെ ലേഡീസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ വീടിനുള്ളിലിട്ട് വളർത്തുമ്പോഴത്തേക്ക് ഈ ഹെയർ ഫോളിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ടോ? ആക്ച്വലി ഫീമെയിൽ ഡോഗ്സ് ലേഡീസിന് ഭയങ്കര നല്ലതായിരിക്കും. കാരണം ഞാൻ മേടിച്ച സമയത്ത് തന്നെ എൻ്റെ കസിനും മേടിച്ചായിരുന്നു. അതൊരു മെയിൽ ഡോഗിനെ തന്നെ മേടിച്ചായിരുന്നു. അപ്പം മിക്കപ്പോഴും ഞാൻ തന്നെയാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫീമെയിൽ ഡോഗിനെ പ്രിഫർ ചെയ്തത്. അത് പക്ഷേ ശരിക്കും എനിക്ക് റൈറ്റ് ഡിസിഷനായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം എൻ്റെ അമ്മ തന്നെ എന്തെങ്കിലും നമ്മൾ ഗെറ്റ് ടുഗദർ എന്തെങ്കിലും വച്ചു കഴിഞ്ഞാൽ ഒരു 20-25 ആൾക്കാർ വന്നാലും ഇവൾ ഒട്ടും വയലൻ്റ്, ഒട്ടും അഗ്രസീവോ ഒന്നുമല്ല. അവരുടെ ഇടയിൽ പോയിട്ട് അവളിങ്ങനെ
കിടക്കുകയോ അല്ലെങ്കിൽ വാലാട്ടി ഇരിക്കത്തേ ഉള്ളൂ. അല്ലാതെ കുറച്ചവരെ, കാരണം മിക്കവരും ഡോഗ് ലവേഴ്സ് ആവണം എന്നില്ലല്ലോ. അപ്പോൾ പക്ഷെ വരുന്നവർക്കെല്ലാം ഇവളോട് ഭയങ്കര കാര്യമാണ്. അപ്പം പക്ഷേ മെയിൽ ഡോഗ്സ് ഞാൻ കണ്ടെടുത്തോളം അവർ കുറച്ചും കൂടെ ഒരു ചാട്ടവും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ആണുങ്ങളൊരു ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഫീമെയിൽ ഡോഗ് ഇസ് ദ ബെസ്റ്റ്. പിന്നെ ഷെഡിങ്ങിൻ്റെ കാര്യം ശരിയാണ്, ഈ ഗോൾഡൻ റിട്രീവറിന് ഷെഡിങ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നല്ലപോലെ നല്ല രീതിയിൽ കോമ്പി ചെയ്യുമ്പോഴത്തേക്കും അതിൽ തന്നെ പോവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടെ സോഫ അങ്ങനത്തേലൊന്നും കയറ്റാറില്ല, കാരണം അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിലൊന്നും കയറ്റാറില്ല. പക്ഷേ ഇവിടെ കോംബ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഷെഡിങ് വരാറില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഷെഡിങ് ഉണ്ട്, അതിപ്പോൾ ഞാനൊരു 4 നേരം കോംബ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഷെഡിങ്ങിന് ഓരോരോ സീസണലാണ്. അപ്പോൾ പിന്നെ അതേ ഉള്ളൂ, അല്ലാത്ത സമയത്ത് ഷെഡിങ് ഇല്ല. ഇപ്പോൾ വീടിനകത്തിട്ടാ വളർത്തുന്നു പറഞ്ഞില്ല, അപ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ടോ വീടിനകത്തിട്ട് വളർത്തുമ്പോൾ? അപ്പോൾ കൂടില്ല എന്ന് പറഞ്ഞു, കൂടില്ലാത്തപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇതുവരെയായിട്ടും എനിക്ക് അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ എൻ്റെ റൂമിൽ, ഞാൻ കിടക്കുന്നതിൻ്റെ റൂമിൽ സൈഡിലെ ബാൽക്കണിയിലോ അവിടെയാണ് കിടക്കാറ്. അപ്പോൾ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിഷ്യലി അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പോൾ അമ്മ ഭയങ്കര അഫെക്ഷനേറ്റ് ആണ് ഇവിടുത്തെ. ഇവർക്ക് ഒരു പ്രശ്നവുമില്ല, പിന്നെ ഒരു പ്രശ്നവുമില്ല ഇവള്. പിന്നെ അവിടെ ഇപ്പം ഞാനില്ലെങ്കിൽ എൻ്റെ റൂമിൽ കിടക്കില്ല, അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ റൂമിലോ അല്ലെങ്കിൽ താഴെ ഇവിടെയോ കിടന്നോളും. വലിയ പ്രശ്നങ്ങളേ ഇല്ല. പിന്നെ അവർക്കൊക്കെ നോക്കാൻ എളുപ്പമാണോ? പിന്നെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇവരുടെ സൈസ് കാരണം ചിലപ്പോൾ നാട്ടുകാർക്കൊക്കെ ഒത്തിരി പേടിയാണെന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇവള് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. എനിക്ക് മിക്ക ഫീമെയിൽ ഡോഗ്സും ഇങ്ങനെ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആദ്യമായിട്ട് ഗോൾഡൻ റിട്രീവർ പപ്പിയെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? അതായത് നമുക്ക് എങ്ങനെ നല്ലൊരു പപ്പിയെ മേടിക്കാം, നമുക്ക് എങ്ങനെ പപ്പിയെ നല്ലോണം തിരഞ്ഞെടുക്കാം, പിന്നെ അതിൻ്റെ ഫീഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ? ആക്ച്വലി ഗോൾഡൻ റിട്രീവറിനെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ അതൊരു ഫാമിലി ലോയൽ ഡോഗ് കൊണ്ടാണ്. പിന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ മേടിച്ചതിന് ശേഷം ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ പുതുതായിട്ട് ഗോൾഡൻ റിട്രീവർ മേടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മളെ കുറച്ചുകൂടെ കാണണം. കാരണം ആൾക്കാരില്ലാതെ കൂട്ടിൽ വെളിയിൽ നിർത്തി അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട് അവരെ എത്തിക്കരുത്. കാരണം അവർക്ക് ഫാമിലി ഡോഗാണ്. അപ്പോൾ അവർക്ക് ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അവരെ ഒറ്റയ്ക്ക് ഇട്ട് കൂട്ടിലോട്ടോ അങ്ങനെയൊക്കെ ഇട്ടുമ്പോൾ അവർക്കൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് എത്തും. അപ്പോൾ അവരെ കഴിയുന്നതും നമ്മുടെ കൂടെ തന്നെയോ, ഇപ്പോൾ ചിലവർക്ക് വീട്ടിനകത്ത് വളർത്താൻ താല്പര്യം ഇല്ലെങ്കിലും നമ്മളെ കാണുന്ന രീതിയിൽ വെളിയിൽ നിർത്തുകയൊക്കെ ചെയ്യാം. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ മേടിച്ചപ്പോൾ ഇവിടെ 2 മാസമായിരുന്നു. അപ്പോൾ 2 മാസമാകുമ്പോൾ ഞാൻ മേടിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയുടെ പാലിൻ്റെ ഇത് കഴിഞ്ഞായിരുന്നു, അപ്പം എക്സ്റ്റേണൽ ഫുഡ് കൊടുക്കണം. അപ്പം ഞാൻ തന്നെ ഇവിടെ റോയൽ കനാലിൻ്റെ സ്റ്റാർട്ടർ പപ്പാണ് എൻ്റെ പപ്പീസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് 4 നേരം കൊടുക്കും. അപ്പോൾ 4 hours ഇടവിട്ട് ഞാൻ 4 നേരം അവർക്ക് 21st ഡേ തൊട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് 40 ആയിട്ടില്ല, 39 ഡേയ്സ് ആയി. അപ്പോൾ അവർക്കിപ്പം ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം അല്ലാതെ ഞാൻ ഇപ്പോഴും ഊന്നി പറയുന്നതാണ്, ഇതൊരു ഫാമിലി ഡോഗാണ്. അപ്പം നമ്മളവരെ പെടുത്തരുത്, അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് പിന്നെ അച്ഛൻ്റെ പുറകെയാണ് നടക്കുന്നത്. എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. മെട്രോഡോക്സിലെ എഞ്ചിനീയറായിരുന്നു. ഇത് വാങ്ങുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പട്ടിയെ വളർത്താൻ. അത് പിന്നെ പോകെ ഇതിൻ്റെ സ്നേഹം കണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനെ മിക്കവാറും എൻ്റെ കൂടെയാണ് നടക്കുന്നത്. രാവിലെ നടത്തിക്കും ഞാൻ. നടത്തിച്ചുകൊണ്ടൊക്കെ പോകുമ്പം ഡോഗ് നമ്മളെ പിടിച്ച് ഓടുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ തന്നെ വരും. അത് വലിച്ചുകൊണ്ട് പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നല്ല ഇണക്കത്തിലാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. അപ്പം നമ്മുടെ ഡോഗിൻ്റെ ആഹാര രീതികളൊക്കെ എങ്ങനെയാണ്? ഇതിന് രാവിലെ 2 മുട്ട പുഴുങ്ങി കൊടുക്കും, അതിനുശേഷം പിടിഗിരിയും കൊടുത്ത് ഉച്ചയ്ക്ക് മത്തിയും ഉമ്മുമാണ്. പിന്നെ രാത്രി അതേപോലെ മത്തിയും ഉമ്മുമാണ് ഇതിൻ്റെ ആഹാരം. പിന്നെ വെജിറ്റബിൾസും ഞങ്ങൾ ബോയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ചോറും വെജിറ്റബിൾസും കൂടെ ഇടയ്ക്ക്, എല്ലാ ദിവസവും ഇല്ല, 2 ദിവസം ചിക്കൻ ആണെങ്കിൽ 1 ദിവസം മീൻ, പിന്നെ വെജിറ്റബിൾസ് ബോയിൽ ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ പെഡിഗിരി എല്ലാ ദിവസവും ഇല്ല, അത് നോക്കിയിട്ടും ചെയ്യത്തുള്ളൂ. ഇപ്പോൾ വലിയ ഡോഗ് ആയ സ്ഥിതിക്ക് ഇപ്പം അതിൻ്റെ ആവശ്യം കുറവാണ്. അപ്പോൾ നമ്മുടെ ഡോഗിൻ്റെ പപ്പീസ് അവൈലബിൾ ആണല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലൂടെ നമുക്ക് പപ്പീസിനെ പരിചയപ്പെടാം. ഇതാണ് അപ്പം നമ്മുടെ പപ്പീസ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ എത്ര ദിവസമായി? ഇപ്പം ഇന്നത്തേക്കും കൂടി 39th ഡേ ആണ്. 39, നല്ല സൈസ് ഉണ്ട്, നല്ല ബൾക്കി പപ്പി. അപ്പം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഓരോ പേരും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ
ലിയോ, വയലറ്റ്, റൂബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് എന്താണ് ഫീഡിംഗ് ഒക്കെ എന്താ ചെയ്യുന്നത്? 21st ഡേ വരെ മദേഴ്സ് മിൽക്ക് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോയൽ കനാലിൻ്റെ സ്റ്റാർട്ടർ പപ്പ് കൊടുത്തു തുടങ്ങി. ഇപ്പം അത് 4 നേരം കൊടുക്കും. ഇവർ ഇങ്ങനെ പിടിച്ചിരുത്തി അസ്വസ്ഥമായിട്ടാണ് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്. അപ്പം ഇവരിപ്പോൾ 39 ദിവസമായി. ഇപ്പോൾ 2 പ്രാവശ്യം ഞാൻ ഡിവോമിങ് ചെയ്തു. ആദ്യം 15th ഡേയും പിന്നെ 2 ദിവസം മുമ്പ് ഞാൻ ഡിവോമിങ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു 41st ഡേ ആകുമ്പോഴത്തേക്കും വാക്സിനേഷൻ കൊടുക്കണം. പിന്നെ ഇപ്പോൾ ഇവർ മദേഴ്സ് മിൽക്ക് കൊടുക്കുന്നുണ്ട് രാത്രി. അല്ലാതെ 4 നേരവും ഇവർക്കുള്ളത് റോയൽ കനാലിൻ്റെ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഗോൾഡൻ റിട്രീവർ ആക്ച്വലി 2 തരമാണുള്ളത്, അമേരിക്കനും യൂറോപ്യനും. ആക്ച്വലി ഇത് അമേരിക്കൻ ലിനേജിലുള്ളതാണ്. ഇത് മറ്റേ സണ്ണി സിക്കോ എന്ന് പറഞ്ഞൊരു ചാമ്പ്യൻ ലിനേജാണിത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത് തന്നെ. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ 1 മാസം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും കിട്ടും. പിന്നെ ഇവരുടെ ചെവിയുടെ കളറ് വരും അവർക്ക്. ഇപ്പോൾ ഇത്തിരി ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷെ നോർമലി പറയുന്നത് ഇവർക്ക് ഇവരുടെ ചെവിയുടെ കളറ് വരുന്നതാണ്. ഇപ്പോൾ ഈ ബേബോനെ മേടിച്ചപ്പോഴും ലൈറ്റ് ഷെയ്ഡ് തന്നെ ആയിരുന്നു. പിന്നെ പോകെയാണത് കളറ് വന്നത്. അപ്പോൾ നോർമലി ഇത് ഈ ചെവിയുടെ കളറ് വരും. അപ്പം ഉണ്ടായപ്പം എല്ലാം ക്രീം കളർ തന്നെ ആയിരുന്നു. ഇപ്പം ബ്രൗണിഷ് ഷെയ്ഡ് വന്ന് തുടങ്ങി. ഇപ്പോൾ അറൗണ്ട് 55-60 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് കളർ മാറും. ഇപ്പോൾ ഇവർക്കിപ്പോൾ 39 ഡേയ്സ് ആയി. നാളെ തൊട്ട് 40th ഡേ റണ്ണിങ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് സമയമായി പുതിയ വീട്ടിലോട്ട് പോകാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ബിസിനസ്സൊന്നും അല്ല. ഇത് നമ്മുടെ ദേവോൻ്റെ ഒരു കുട്ടികളാകുമ്പോൾ നമുക്ക് 5 പേരെയും വളർത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മളിത് നല്ലൊരു കെയറിങ് പാരൻസ് ആരെങ്കിലും വരാണെങ്കിൽ അവർക്ക് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളല്ലാതെ അങ്ങനെ ഏജൻസിനോ അങ്ങനെ ഒന്നും കൊടുക്കാൻ താല്പര്യമില്ല. ഡയറക്റ്റ് കസ്റ്റമേഴ്സ് സ്നേഹമുള്ളവർ വരാണെങ്കിൽ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മൾ അവരെ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വീട്ടിലോട്ട് പോകുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഈ ഗോൾഡൻ റിട്രൈവർ പപ്പീസിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ്. അപ്പോൾ ഓണറിൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇവരെ നല്ല അടിപൊളിയായിട്ട് നോക്കണം, പൊന്നുപോലെ നോക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കുക. താങ്ക്